വൃശ്ചിക രാശിയിൽ ഉൾപ്പെടുന്ന അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 എന്ന വർഷം വലിയൊരു ആശ്വാസത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും കാലഘട്ടമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി അനുഭവിച്ചിരുന്ന കണ്ടക ശനിയുടെ ദുരിതങ്ങളിൽ നിന്നും മാറി ശനി 5ാം ഭാവമായ മീനം രാശിയിൽ പൂർണ്ണമായും നിലയുറപ്പിക്കുന്ന വർഷമാണിത്. കൂടാതെ വർഷത്തിന്റെ മധ്യത്തോടെ ദേവഗുരുവായ വ്യാഴം നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിലേക്ക് മാറുന്നത് അനിഴം നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങൾക്കുള്ള വഴി തുറക്കും. തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്കും പുരോഗതിക്കും സാധ്യതയുള്ള വർഷമാണിത്. എങ്കിലും വർഷത്തെ 2 ഘട്ടങ്ങളായി തിരിച്ച് കാണേണ്ടതുണ്ട്. 2026 ആദ്യ പകുതിയിൽ ജോലിയിൽ ചെറിയ തോതിലുള്ള സമ്മർദ്ദങ്ങൾ തുടർന്നേക്കാം. 8ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സാന്നിധ്യം കാരണം അർഹമായ അംഗീകാരങ്ങൾ ലഭിക്കാൻ കാലതാമസം നേരിടാം. എന്നാൽ ജൂൺ മാസത്തിന് ശേഷം വ്യാഴത്തിന്റെ അനുകൂലമായ സ്ഥാനം കരിയർ ഗ്രാഫ് കുത്തനെ ഉയർത്തും. മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കും. ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥാനമാറ്റമോ പ്രൊമോഷനോ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വിസ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങുകയും ശമ്പള വർധനവ് ലഭിക്കുകയും ചെയ്യും. കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് കരകയറാൻ സാധിക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് പങ്കാളികളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. പുതിയ ശാഖകൾ തുടങ്ങാനോ ബിസിനസ് വികസിപ്പിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് വർഷത്തിന്റെ 2ാം പകുതി വളരെ അനുയോജ്യമാണ്. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. IT, ബാങ്കിംഗ്, അധ്യാപനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ തേടിയെത്തും. സാമ്പത്തികമായി 2026 അനിഴം നക്ഷത്രക്കാർക്ക് ഗുണകരമായ വർഷമാണ്. വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കുകയും സാമ്പത്തിക ഭദ്രത കൈവരികയും ചെയ്യും. പഴയ നിക്ഷേപങ്ങളിൽ നിന്നോ പൂർവിക സ്വത്തുക്കളിൽ നിന്നോ ധനലാഭം ഉണ്ടാകാം. വർഷത്തിന്റെ 2ാം പകുതിയിൽ ഭാഗ്യസ്ഥാനത്തെ വ്യാഴത്തിന്റെ ദൃഷ്ടി കാരണം ലോട്ടറി, ചിട്ടി എന്നിവയിലൂടെ അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ട്. എന്നാൽ രാഹു 4ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ വീട്, വാഹനം എന്നിവയുടെ അറ്റകുറ്റപ്പണികൾക്കോ മോടി പിടിപ്പിക്കലിനോ വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരും. ഇതൊരു ധൂർത്തായി കാണാതെ ആവശ്യമായ ചെലവായി കണക്കാക്കുക. കടങ്ങൾ വീടാൻ സാധിക്കുമെന്നത് ഈ വർഷത്തെ വലിയൊരു ആശ്വാസമാണ്. വായ്പകൾക്കായി അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അത് പെട്ടെന്ന് പാസ്സായി കിട്ടും. സ്വർണം വാങ്ങുന്നതിലോ ഭൂമിയിൽ നിക്ഷേപിക്കുന്നതിലോ താല്പര്യം കാണിക്കും. വിവാഹിതരായവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ മാറി ദാമ്പത്യം സുഖകരമാകും. പങ്കാളിയുടെ ഉദ്യോഗത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത് കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള നിലവാരം ഉയർത്തും. പരസ്പര വിശ്വാസം വർദ്ധിക്കും. വർഷത്തിന്റെ പകുതിക്ക് ശേഷം വ്യാഴം 9ാം ഭാവത്തിൽ എത്തുന്നതോടെ കുടുംബസമേതം വിനോദയാത്രകൾക്കോ തീർത്ഥാടനങ്ങൾക്കോ പോകാൻ അവസരം ലഭിക്കും. വിവാഹപ്രായമായ അനിഴം നക്ഷത്രക്കാർക്ക് മംഗളകർമ്മങ്ങൾ നടക്കാൻ ഏറ്റവും ഉത്തമമായ വർഷമാണിത്. വർഷത്തിന്റെ 2ാം പകുതിയിൽ വ്യാഴത്തിന്റെ അനുഗ്രഹം ഉള്ളതിനാൽ ആഗ്രഹിച്ച തരത്തിലുള്ള ജീവിത പങ്കാളി തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങളിൽ ഉള്ളവർക്ക് വീട്ടുകാരുടെ സമ്മതം ലഭിക്കുകയും വിവാഹത്തിലേക്ക് എത്തുകയും ചെയ്യും. 5ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതിനാൽ കുട്ടികളുടെ കാര്യത്തിൽ അല്പം ഉത്കണ്ഠ രക്ഷിതാക്കൾക്കുണ്ടാകാം. കുട്ടികളുടെ പഠനത്തിലോ സ്വഭാവത്തിലോ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും. എന്നാൽ അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കുകയും മത്സര പരീക്ഷകളിൽ വിജയിക്കുകയും ചെയ്യും. സന്താനഭാഗ്യം കാത്തിരിക്കുന്ന ദമ്പതികൾക്ക് വർഷത്തിന്റെ 2ാം പകുതിയിൽ നല്ല വാർത്ത കേൾക്കാൻ സാധിക്കും. ആരോഗ്യകാര്യത്തിൽ 2026 സമ്മിശ്ര ഫലങ്ങളാണ് നൽകുക. എങ്കിലും ഭയപ്പെടാനില്ല. കഴിഞ്ഞ കണ്ടകശനി കാലത്തെ അപേക്ഷിച്ച് ആരോഗ്യം മെച്ചപ്പെടും. മാനസിക സമ്മർദ്ദം ഗണ്യമായി കുറയും. എങ്കിലും 5ാം ഭാവത്തിലെ ശനിയും 4ലെ രാഹുവും കാരണം ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ, ഗ്യാസ് ട്രബിൾ, ദഹനക്കുറവ് എന്നിവ ഇടയ്ക്കിടെ അലട്ടിയേക്കാം. ഭക്ഷണശീലങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി ഇതിനെ മറികടക്കാം. കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളുള്ളവർ കൃത്യമായ പരിശോധനകൾ നടത്തണം. അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ ചെറിയ ശ്രദ്ധ ആവശ്യമായി വന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് ഇത് കഠിനാധ്വാനത്തിന്റെ വർഷമാണ്. 5ാം ഭാവത്തിലെ ശനി അലസത ഉണ്ടാക്കാൻ ശ്രമിക്കുമെങ്കിലും ഇത് മറികടക്കാൻ പഠിച്ചാൽ ഉന്നത വിജയം സുനിശ്ചിതമാണ്. വിദേശ സർവകലാശാലകളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് ജൂൺ മാസത്തിന് ശേഷം കാര്യങ്ങൾ അനുകൂലമാകും. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കും. ചുരുക്കത്തിൽ 2026 അനിഴം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ വർഷമെന്ന് വിശേഷിപ്പിക്കാം. വർഷത്തിന്റെ ആദ്യത്തെ ചെറിയ തടസ്സങ്ങളെ ക്ഷമയോടെ നേരിട്ടാൽ ജൂൺ മാസത്തിന് ശേഷം വലിയ സൗഭാഗ്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. തൊഴിലിലെ ഉയർച്ചയും സാമ്പത്തിക ഭദ്രതയും കുടുംബത്തിലെ മംഗളകർമ്മങ്ങളും ഈ വർഷത്തെ അവിസ്മരണീയമാക്കും. ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ഭജിക്കുന്നതും വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നതും കൂടുതൽ ഗുണം ചെയ്യും. ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക.